ഹായ് ഫ്രണ്ട്സ്, ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ മറ്റൊരു വീഡിയോക്ക് എല്ലാ കൂട്ടുകാരും കൊടുത്താണ്. അപ്പോൾ ഒരുപാട് കാലമായി ഏറിപ്പോയി 3-4 മാസമായിട്ട് വീഡിയോ എടുത്തിട്ട്. അപ്പോൾ ഇന്നൊരു കണ്ടന്റ് ഒന്നല്ല, എന്നാലും പറയാ, ഒരു കോയമ്പത്തൂർ ഉക്കടം മാർക്കറ്റ്, പൊടി മാർക്കറ്റ്, സെക്കൻഡ് സ്പെയറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു മാർക്കറ്റ്. ആ മാർക്കറ്റിലേക്കാണ് നമ്മൾ ഇന്ന് പോണേ. അപ്പോൾ നമ്മളെ വണ്ടി റെഡി ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി കോയമ്പത്തൂർ ഇതിലൊന്ന് കാണാം. ഇതാണ് നമ്മുടെ കോയമ്പത്തൂർ കിടക്കുമ്പോഴുള്ള ട്രോൾ പ്ലാസ. അപ്പോൾ ഇതിന്റെ ലെഫ്റ്റ് സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര മലകളാണ്, നല്ല ഗ്രാമീണ ഭംഗി എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ളൊരു മലകളാണ്. ഫ്രണ്ട്സ്, അപ്പം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ടൈമിലാണ് ഇവിടെ ഒരു ആൾക്കാരെ നമ്മൾ കാണുന്നത് കേട്ടോ. അപ്പോൾ ഒരു ഓറഞ്ച് നമ്മൾ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവിടുന്ന് കുറച്ച് ആൾക്കാർ ഇങ്ങനെ വരാൻ നോക്കുന്നുണ്ട്. വരുമോ എന്തോന്നൊന്നും അറിയില്ല, ലക്ഷണം കണ്ടിട്ട് വരുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ. കുറെ കുട്ടികളുണ്ട്, ഒരു ഫാമിലി മൊത്തമായിട്ടുണ്ട്. ഒന്നുകൂടി അടുപ്പിച്ച് നിർത്തി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് ഇറങ്ങി നോക്കാം നമുക്ക് എന്തായാലും. ഇവിടെ ഇവിടെ ഒരാൾ ഓടി എത്തിയിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇവര് നന്ദി പ്രകടിപ്പിച്ച് പോയിട്ടുണ്ടാകട്ടോ. ഇയാള് ഓറഞ്ചൊക്കെ തൊലിച്ച് തിന്നുന്നുണ്ട് കേട്ടോ അവിടെ. ഇനിയില്ല ഒന്ന് മാത്രം. ഇതുകൂടി കണ്ടപ്പോഴേ എനിക്ക് വരാനൊരു തോന്നുന്നു. വരുന്നു കേട്ടോ, വരുന്നു. അടച്ചോനിപ്പം കുറച്ച് മൂത്ത കൊണ്ടല്ലോ. എനിക്കെന്തായാലും കുറച്ച് പൊട്ടിച്ചിട്ട് കൊടുക്കാം. ഓരോരുത്തർ വരുന്നുണ്ട്. വീണ്ടും കയ്യിലേക്കാണ് ലക്ഷ്യം കേട്ടോ. അതുപോലെ നമ്മൾ ഇവരെ കളിപ്പിച്ചെന്ന് കഴിഞ്ഞാൽ നമ്മളെ കാര്യങ്ങൾ നടക്കൂല. അപ്പൊ എന്തായാലും ഇവരെ തീറ്റ ഒഴിവാക്കിയിട്ട് നമുക്ക് എന്തായാലും പോവാം. ഇവിടെ ഒരു ഇത്തിരി കുഞ്ഞന്മാരൊക്കെ ഉണ്ട് കേട്ടോ. അതല്ലേ, നല്ല തീറ്റ മൂപ്പരിട്ടോ, നല്ല തീറ്റ മൂപ്പര്. കുറച്ച് നേരത്തിൽ അതിനാണ്. അല്ല, ഇവിടുത്തെ എത്തി നോക്കണം. നിങ്ങൾ കാണാനുണ്ടോന്ന് അറിയില്ല. അത് അവിടെ നിന്ന് ഒരു എത്തി നോക്കുന്നുണ്ട്. എടാ കുഞ്ഞാ, അവിടെ വാടാ. കുട്ടോ ഐഷ്, ആരൊക്കെ ഇതിന് മേലെ ഓണൊക്കെ അവിടെ തട്ടി എറിച്ച് കൊണ്ടുപോകോ നമുക്കുകള്? അതിനെ പിടിച്ചാലോ? അധികം പിടിച്ചില്ലല്ലോ.
ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഉക്കടം മാർക്കറ്റ്, അതായത് മൗലാന മുഹമ്മദ് അലി മാർക്കറ്റ് എന്നാണ് ഇതിന്റെ പേര്. അപ്പോൾ നമുക്ക് ഇനി ഇതിന്റെ ഉള്ളിലത്തെ കാഴ്ചകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും മാസ്ക് ഇട്ടിട്ടുണ്ടാവില്ല കേട്ടോ. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. അപ്പൊ ഇവിടെ മൊത്തം 350 സ്റ്റാളുകളാണുള്ളത്. അപ്പൊ നമ്മൾ നിൽക്കുന്നത് പറഞ്ഞാൽ സ്റ്റാൾ നമ്പർ 31, സ്റ്റാൾ നമ്പർ 31 ഇപ്പോൾ നിൽക്കുന്നത്. അപ്പൊ നമ്മൾ ഇവിടെ നിന്നാണ് ഫസ്റ്റ് തുടക്കം. അപ്പൊ നമുക്ക് നോക്കി നോക്കാം അതിനുള്ളിൽ എന്തൊക്കെയാണ് ഉള്ളത് എന്നുള്ളത്. ഈ ഷോപ്പിംഗ് എന്ന് പറഞ്ഞത് അധികവും ആക്സസറീസ് ആണ്, ബൈക്കിന്റെയും കാറിന്റെ ഒക്കെ ആക്സസറീസും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ഇതിങ്ങനെ ഒരു 3-4 വരികളിലായിട്ടാണ് സംഭവം സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം. എല്ലാം എടുത്തെടുത്ത് പറയാനുള്ള ആ ഒരു ടൈമും കാര്യങ്ങളും നമുക്കില്ല. അപ്പോ ഒക്കെ നോക്കി കാണാം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ ഇവിടെ തന്നെ കണ്ടില്ലേ, ഇരുമ്പുകളാണ്. അതായത് ഇരുമ്പിന്റെ കഷ്ണങ്ങൾ, ഇരുമ്പിന്റെ റോഡുകളാണ്. ഇതൊക്കെ എന്തിനാ ഉപയോഗിക്കുന്നത് പോലും നമുക്കറിയില്ല. അപ്പം ഇത് ഉപയോഗിക്കുന്ന ആൾക്കാർ അറിയുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഇത് കണ്ട ലൈറ്റ് വർക്കിന്റെ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. അപ്പോൾ ഫ്രണ്ട്സ് കണ്ടില്ല, ഇതാണ് നമ്മുടെ ഇരുമ്പിന്റെ കഷ്ണങ്ങളും ഇതൊക്കെ. കാരണം റോഡുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഇരുമ്പിന്റെ മുട്ടി കഷ്ണങ്ങൾ എന്നൊക്കെ പറയില്ല, അതുപോലത്തെ സാധനങ്ങൾ. ഇതെന്തിനാ ഉപയോഗിക്കണം എന്നുള്ള സത്യം പറഞ്ഞാൽ എനിക്കറിയില്ല. ഇത് കാണുന്ന ഒരാളുണ്ടെന്നുണ്ടെങ്കിൽ ഉപകാരത്തിൽ പെടുന്നുണ്ടെങ്കിൽ കരുതിയിട്ടാണ് ഇപ്പോൾ നമ്മളിത് റെക്കോർഡ് ചെയ്യണത്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത സ്റ്റാൾ എന്താ വെച്ചാൽ ഇത് അടച്ചിട്ടിക്കണം, എന്താ സംഭവം എന്നറിയില്ല. ഇതിന്റെ സ്റ്റാൾ നമ്പർ എന്ന് പറയുന്നത്, സോറി ഇതിന്റെ സ്റ്റാൾ നമ്പർ എഴുതിയിട്ടില്ല അതൊക്കെ. പിന്നെ കാണില്ല, ഇത് നമ്മൾ കുറച്ച് സ്വിച്ച് ബോർഡും കാര്യങ്ങളൊക്കെയാണ് തോന്നുന്നു. കണ്ട ജനറേറ്ററും കാര്യങ്ങളൊക്കെ, ജനറേറ്റർ മീൻസ് അതായത് കപ്പാസിറ്ററും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഇപ്പൊ ഇത് സ്റ്റാൾ നമ്പർ പറഞ്ഞു കണ്ടേ, 28 ഈ സ്റ്റാൾ നമ്പർ കാണുന്നത്. അപ്പോൾ ഇതില് ഓൾഡ് ഇലക്ട്രിക്കൽസ് ആണ് ഇത് സംഭവം ഉള്ളത്. അപ്പോൾ ഇലക്ട്രിക്സിന്റെ ബോക്സും കാര്യങ്ങളൊക്കെയാണ് ഇതിൽ കാണാനുള്ളത്. പിന്നെ ഉള്ളത് നമ്മുടെ കംപ്രസർ, എയർ കംപ്രസർ, വെൽഡിംഗ് സെറ്റ്, ഡ്രില്ലിംഗ് മെഷീൻ, അതുപോലെ തന്നെ നമ്മൾ തുളക്കുന്ന സാധനങ്ങൾ, അങ്ങനെയുള്ളതൊക്കെയാണ്. പെയിന്റിംഗ് മെഷീൻ എന്നൊക്കെ പറഞ്ഞ പോലെ അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് ഇതിൽ കാണാനുള്ളത്, കൂടുതലും കാണാനുള്ളത്. ഇത് ഷോപ്പ് നമ്പർ 27. പിന്നെ കാണുന്നത് നമ്മളെ റബ്ബറിന്റെ ബെൽറ്റുകൾ കാര്യങ്ങളൊക്കെ. ഇതൊക്കെ ടൈം എടുത്തിട്ട് നമുക്ക് പറയാനുള്ളതില്ല. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സ്റ്റാളുകളുള്ള കാരണം ജസ്റ്റ് ഒന്ന് ഓടിച്ചു പോവുക എന്ന് മാത്രം. അപ്പോൾ വീഡിയോ കാണുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഉപകാരത്തിൽ പെട്ടോട്ടെ എന്ന് വെച്ചിട്ടാണ് ഇത് മൊത്തം നമ്മൾ റെക്കോർഡ് ചെയ്യണത്. ഇപ്പുറത്ത് വന്ന് നോക്കുമ്പോൾ ടാർപ്പായി ഫ്ലെക്സ് ഒക്കെയാണ് കാര്യങ്ങൾ. ടാർപ്പായി പഴയ ഫ്ലെക്സ് കാര്യങ്ങളൊക്കെ അതൊക്കെയാണ് ഈ സ്റ്റാളിലുള്ളത്. അല്ലേ പഴയ ഫ്ലെക്സ്. പിന്നുള്ള കട ഇത് അടച്ചിരിക്കുന്നു. ഗോൾഡൻ ടൂൾസ് ഹാർഡ്വെയർ എന്നൊക്കെയാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെ അടച്ചിട്ടുണ്ട്. അതാണ് ഇതിന്റെ വേറെ ഷോപ്പ്. ഇതേപോലെ തന്നെ ഇതിന്റെ ഒരു ഏരിയ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം ഒരേ ഒരു സാധനങ്ങളാണ് ഒരു ഏരിയയിലുള്ളത്. ഇത് കണ്ടില്ല, ഇതൊക്കെ എന്തിൻ്റെ എന്നുള്ളത് കാണുന്നവർക്ക് മാത്രമേ അറിയുള്ളൂ കേട്ടോ. കാണുന്നവർക്കല്ല, ഇതിനെപ്പറ്റി അറിയുന്നവർക്ക്. റബ്ബറിന്റെ ബെൽറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ എന്തിനാണ് എന്നുള്ളത്. അപ്പൊ ഈ സംഭവം നമ്മളെ വിളിച്ചിട്ടുണ്ട് ഇതൊന്ന് എടുക്കുക എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇത് നമ്മൾ ബെയറിങ്ങിന്റെ ഒക്കെ സാധനങ്ങളാണ്. സെക്കൻഡ് ബെയറിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഷോപ്പ്. ഉണ്ടല്ലേ, ഈ ഏട്ടനാണ് ഇതിന്റെ ഓണർ. ഓണറല്ലത്ര കേട്ടോ, ഓണർ പോയി പറഞ്ഞത്. ആ ഓക്കെ. ഇതൊക്കെ എന്തിൻ്റെയൊക്കെയാണ് ഇത്? എല്ലാത്തിന്റെ എ ടു സെഡ് ബെയറിംഗ് ഉണ്ട് എന്നാണ് പറയണത്. ആ എല്ലാ സൈസ് ബെയറിങ്ങുകളും ഇവിടെ ഉണ്ട് എന്നാണ് പറയണത്. സെക്കൻഡ് സാധനങ്ങൾ കേട്ടോ. പുതിയത് വേണമെങ്കിൽ പുതിയത് സെറ്റാക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ വരിക. ഫ്രണ്ട്സ്, ഈ സംഭവം എന്ന് പറഞ്ഞാൽ നമ്മളെ റൈസ് മില്ലിലൊക്കെ ഉള്ള ബെൽറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇത് കാണുന്നത് കേട്ടോ. ആ ക്രഷറിന്റെയും കൺവെർട്ട് ബെൽറ്റ് എന്നൊക്കെയാണ് പറയണത്. ഇത് ഏത് സൈസിലും ആണെങ്കിലും ഉണ്ട് ഇവിടെ. പല സൈസിലും ആണെങ്കിലും സാധനം ഉണ്ട്. അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ തന്നെ കണ്ടില്ലേ, ഇവിടെ കണ്ടില്ലേ പ്ലെയർ കാര്യങ്ങളൊക്കെ. പ്ലെയർ മീൻസ് അതായത് കട്ടർ, ഇത് പറയാന്നറിയില്ല.
കാരണം ഇതൊക്കെയാണ് ഇവിടെ കാണുന്ന സംഭവങ്ങൾ. ഹാമർ, ചുറ്റിക, അതുപോലെ തന്നെ ഓരോരോ സാധനങ്ങൾ എടുത്തെടുത്ത് പറയാൻ പറ്റില്ല, അത്രയ്ക്കും സാധനങ്ങളുണ്ട്. ഫ്രണ്ട്സ് നിങ്ങൾ കണ്ടു നോക്കുക, കണ്ടില്ലേ ഒരുപാട് സാധനങ്ങൾ, ചെയിൻ കാര്യങ്ങൾ, ഒരു ഹാർഡ്വെയർ ഷോപ്പിന്റെ ഒരുവിധ സാധനങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ചട്ടി, ചെയിൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു സൈഡ് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സംഭവം തന്നെയാണ്. ഈ ഒരു സൈഡ് ഹാർഡ്വെയർ ഷോപ്പാണ് മെയിനായിട്ട്. വലിയ വലിയ ബിറ്റുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വലിയ വലിയ ബിറ്റുകൾ ഏത് സൈസ് ബിറ്റുകളും ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ സ്പാനർ കാര്യങ്ങള്, ജാക്കി, മെയിനായിട്ട് ബിറ്റാണ് മെയിൻ ഉദ്ദേശം. ഇത് ത്രെഡ് ഇടുന്നത്. ഇത് ലൈറ്റുകാർക്കൊക്കെ ഉപകാരത്തിൽ പറയുന്ന സംഭവമാണ് കേട്ടോ. അത് ഒരുപാട് സാധനങ്ങൾ, ഒരുപാട് എന്ന് പറഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. എനിക്ക് എടുത്ത് പറയാൻ പറ്റില്ല. അപ്പൊ എന്തിന്റെയൊക്കെ പേര് നമുക്ക് അറിയില്ല, കാരണം അറിഞ്ഞാലല്ലേ ഇപ്പൊ അതൊക്കെ പറയാൻ പറ്റും നമുക്ക്. ബെൽറ്റ്, ഇതിന്റെയൊക്കെ സെക്കൻഡ് പ്രശ്നം കാര്യങ്ങളെല്ലാം ഉണ്ട് ഇവിടെ. അല്ല ഇതുപോലെ തന്നെ ബെൽറ്റും കാര്യങ്ങളും കേബിളും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള സംഭവമാണ്. ഏട്ടനാണ് ഇതിന്റെ ഓണർ. അല്ലേ ഫുള്ള് ബിറ്റുകളും കാര്യങ്ങളൊക്കെയാണ്. ഏത് സൈസ് ബിറ്റുകളും ഇവിടെ ഉണ്ട് കേട്ടോ. ഏത് ചെറുത് വലുത് പല സൈസ് ബിറ്റുകളാണ് മെയിനായിട്ട് ഇവിടെ. ലൈറ്റ് വർക്ക് അവർക്കാണ് ഇത് മെയിനായിട്ടുള്ള ഉപകാരം. ഇതൊക്കെ എന്താണെന്ന് അറിയില്ല, എന്നാലും എടുത്ത് കണ്ടപ്പോൾ എടുത്ത് കാണിച്ചെന്ന് മാത്രം. ഫ്രണ്ട്സ് ഈ ഒരു ഏരിയക്ക് തിരിഞ്ഞു കഴിഞ്ഞപ്പോൾ കണ്ടില്ലേ, ഇവിടെ കാറുകളുടെ അലോയ്, സെക്കൻഡ് അലോയ് കാര്യങ്ങൾ, അതുപോലെ തന്നെ ഫോയിലർ അങ്ങനെയുള്ളതൊക്കെയാണ്. എക്സ്ട്രാ ഫിറ്റിങ്സുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതിനുള്ളിൽ. ഫ്രണ്ട്സ് ഇതിനൊന്നും വില നമുക്ക് ചോദിക്കാൻ പറ്റില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുള്ളതല്ലേ. അപ്പൊ ഓരോന്നിൻ്റെയും നമുക്ക് എടുത്തെടുത്ത് ചോദിക്കാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് പുറത്തുനിന്ന് തന്നെ എടുത്ത് വീഡിയോ ഒക്കെ എടുത്ത് പറഞ്ഞത്. ഏകദേശം ഒരു രൂപം കാണിച്ചു തരാം, അത്രേ ഉദ്ദേശം. ഇത് കണ്ടില്ലേ, ഇത് വേറൊരു ഏരിയയാണ്. ഇത് ഓരോ പാർട്ടായിട്ടാണ് സാധനം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് സാധനങ്ങളുണ്ട്. ഒരുപാട് സാധനങ്ങളുള്ളതുകൊണ്ട് തന്നെ നമുക്ക് എടുത്തെടുത്ത് പറയാൻ പറ്റില്ല. അതായത് ബൈക്കിന്റെ ആക്സസറീസും കാറിന്റെ ആക്സസറീസും ബിൽഡിംഗ് മെറ്റീരിയലും എല്ലാം ഉണ്ട്. ഒരുവിധവും എല്ലാ വർക്കേഴ്സിനും ഉപകാരത്തിൽപ്പെടുന്ന സാധനങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുള്ള് ബൈക്കിന്റെ സ്പെയറും കാര്യങ്ങളൊക്കെയാണ്. ഇതിങ്ങനെ കുറച്ച് ഷോപ്പുകളുണ്ട്. നമ്മൾ ലാസ്റ്റിക്ക് എത്തിക്കണം 200 സംതിങ് ഒക്കെയാണ് കാണുന്നത്. മൊത്തം 350 ഷോപ്പുകളാണ് ഉള്ളത്. അപ്പൊ കണ്ടില്ല, അലോയ്, ഷോക്ക് അബ്സർ, ടാങ്ക്, സൈഡ് കവർ അങ്ങനെയുള്ള പറഞ്ഞിട്ടുള്ള എല്ലാ സാധനങ്ങളുണ്ട്. ഇതല്ലേ കിറ്റുകള്. ഇത് വേറൊരു ഷോപ്പാണ് കേട്ടത്. ഫുള്ള് സ്പെയർ തന്നെ. പിന്നെ എന്താ വെച്ചാൽ എനിക്ക് ഇതാണല്ലേ, ഒരുപാട് സാധനങ്ങളുണ്ട്, അറിയില്ല. പിന്നെ ആവർത്തിച്ച് പറയാം, നമുക്ക് അറിയാത്ത ഒരുപാട് സാധനങ്ങളുണ്ട്. അപ്പൊ എന്തായാലും സ്റ്റാളിന്റെ ഉള്ളിൽ കയറിയിട്ട് ഒരു എൻക്വയറി നടത്താനുള്ള ഒരു സംഭവമല്ല. കാരണം നമുക്ക് വേണ്ടാത്തൊരു കാര്യത്തിനെ പറ്റി നമ്മൾ ചോദിക്കുമ്പോൾ അവർക്കും ബുദ്ധിമുട്ടാവും. കാരണം ഒരു ദിവസം പല ആൾക്കാരും വരുന്നതല്ലേ, പല മെയിനിലുള്ള ആൾക്കാർ വരുന്നവരാകും. അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്കൊക്കെ മറുപടി തരാൻ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്കൊരു ആവശ്യമാണെന്നുണ്ടെങ്കിൽ നമ്മൾ പോയി ചോദിക്കേണ്ടത് ഒരു കുഴപ്പമില്ല, അവരെന്തും പറഞ്ഞു തരും. ഇതല്ലേ ബുള്ളറ്റിന്റെ ടാങ്കുകളൊക്കെയാണ് ഇവിടെ. സെക്കൻഡ് ടാങ്കുകൾ, സൈഡ് കവർ. ഇത് മെയിനായിട്ട് ബുള്ളറ്റാണ് ഉദ്ദേശം തോന്നുന്നു. സൈഡ് കവറൊക്കെ ഉണ്ടല്ലോ. ഷോക്ക് അബ്സറും കാര്യങ്ങളൊക്കെ. NS ടാങ്ക് കിറ്റൊക്കെ ഉണ്ട് കേട്ടോ. ടാങ്ക് മൊത്തം സെറ്റ് കിറ്റ് അടക്കം വരുന്നതൊക്കെ ഉണ്ട്. ഒരുപാട് സാധനങ്ങൾ. ഡൂക്കിന്റെ അലോയ് വീലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഡൂക്കിന്റെ കിറ്റൊക്കെ ഉണ്ട്. ചേട്ടന്ന് കൊട്ടുണ്ട് കേട്ടോ, എന്താണെന്ന് അറിയില്ല. ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് മൊത്തം കവർ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാടുണ്ട്. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ട് റെക്കോർഡ് ചെയ്യാൻ.
ഇത് കണ്ടില്ല, ഇതാണ് ഇത് സംഭവം. ഈ ഷോപ്പിൽ ഇതാണ് മെയിൻ ഉദ്ദേശം വരെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. ഷോപ്പ് അടച്ചിട്ടുണ്ട്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉള്ളിലുള്ളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. ഇത് ലിഫ്റ്റിന്റെ റോപ്പും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ. വലിയ ചട്ടിയൊക്കെ ഉണ്ട് ഇവിടെ. ഇതെങ്ങനെ പരത്തി ഉണ്ടാക്കണം എന്തൊക്കെയാണ്. വലിയ വലിയ ഷോക്ക് അബ്സറാണ് തോന്നണത്. ഷോക്ക് അബ്സർ അല്ല കേട്ടോ ഫ്രണ്ട്സ്, ഇത് വേറെ എന്തോ ഒരു സംഭവമാണ്. സ്പ്രിങ്, എന്ത് സ്പ്രിങ് ആണെന്ന് അറിയില്ല. ഇത് ഫുള്ള് ബൈക്കിന്റെ ഒരു ഏരിയ ആണ് കേട്ടോ ഇത് മൊത്തം. അപ്പൊ ഇനി ഇത് എടുത്തെടുത്ത് ഞാൻ ഈ ഒരു ഭാഗം കാണിക്കുന്നില്ല, ഇനി നമുക്ക് വേറൊരു ഭാഗം ഞാൻ കാണിച്ചു തരാം. ഇവിടെ പറഞ്ഞാൽ സ്റ്റീൽ റാക്കും കാര്യങ്ങളൊക്കെയാണ്. അതായത് എല്ലാ മെഷീനറി, അതായത് മോട്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഫയർ ആൻഡ് സേഫ്റ്റിക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇതിലൊന്നും ആളില്ല. ഇപ്പോൾ ഇവിടെ ആളുണ്ട്, പക്ഷെ ഇപ്പം ആളില്ല. നല്ല റെഡിമെയ്ഡ് റാക്കുകളൊക്കെയാണ്. ഇതൊക്കെ സെക്കൻഡ് സാധനങ്ങളാണ് കേട്ടോ. ഇപ്പോൾ റാക്കൊക്കെ സെറ്റ് ചെയ്യണവർക്ക്, പഴയത് വാങ്ങി റാക്ക് സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിൽ ഇവിടെ ഒന്ന് വാങ്ങാം. പിന്നെ ബൈക്കിന്റെ സ്പെയറിലേക്ക് നമ്മൾ എത്തിയിട്ടോ. ഇത് ഓരോന്ന് വിട്ടിട്ടാണ് ഇങ്ങനെ ഇവിടെ ചെയ്തിരിക്കുന്നത്. പിന്നെ ഇപ്പുറത്ത് കണ്ടല്ലേ വലിയ വലിയ ലോറിയുടെ ലീഫും കാര്യങ്ങളൊക്കെ. ഇതാണ് ഫ്രണ്ട്സ്, ഇവിടെ റെഡിമെയ്ഡ് തട്ടുകടൊക്കെ ഉണ്ടാക്കി സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് അതിന്റെ സാധനങ്ങളൊക്കെ. ഇതാണ് നമ്മൾ തട്ടുകടയുടെ ചെയ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഇത് വലിയ തട്ടുകട സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് കടയുടെ പേര്. ഫ്രണ്ട്സ്, ഞാൻ അവിടുന്ന് ഇറങ്ങുമ്പോൾ ഇതൊന്നും അല്ല കേട്ടോ പ്രതീക്ഷിച്ചത്. ഇങ്ങനെ നല്ല വീഡിയോ എടുക്കണം എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ പ്രതീക്ഷകളൊക്കെ തകിടം മറിഞ്ഞെന്ന് പറഞ്ഞില്ലേ. കാരണം എന്താ വെച്ചാൽ ഇവിടെ എത്തിയപ്പോൾ ശരിക്കും പറയാൻ കണ്ണ് തള്ളി. എന്തപ്പം ഞാൻ പറയാം ഇങ്ങോട്ട്, ഒരുപാടുണ്ട് ഇവിടെ. സൈക്കിളും കാര്യങ്ങളൊക്കെയാണ്. ചെറിയൊരു ഒരു വണ്ടി എന്നൊക്കെ പറഞ്ഞാൽ ചെറുതിട്ടോ സംഭവം നന്നു കേട്ടോ. ചെറിയ സൈക്കിളാണ്. മീൻസ് ഇവിടെ ബമ്പറിന്റെ കാർഡുകളും കാര്യങ്ങളൊക്കെയാണ്. ഒമിനിയുടെ, എർട്ടിക, ഇന്നോവ, അങ്ങനെ പല വണ്ടികളുടെ ഉണ്ട് കേട്ടോ. എക്സൈലുണ്ട്, അതുപോലെ തന്നെ കേരിയർ ഉണ്ട്. സെക്കൻഡ് ഹാൻഡ് ബമ്പറുകൾ അട്ടപ്പുറത്ത് ഇരിക്കുന്നുണ്ട് ഇവിടെ ഉണ്ടാവുന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെക്കൻഡ് ടയറുകൾ ഞാൻ അതിന് കഴിഞ്ഞ പ്രാവശ്യം ഇതിന് മുന്നേ വന്ന് വാങ്ങിയിരുന്നു. അപ്പോൾ കുഴപ്പമില്ലാത്തൊരു സംഭവം എനിക്ക് കിട്ടി, 4 എണ്ണം. ഞാൻ അടുത്ത വേറെ ഷോപ്പിൽ നിന്നാണ്, ഈ ഷോപ്പിൽ നിന്നല്ല. അപ്പോൾ ഇവിടെ സെക്കൻഡ് ടയറുകൾ ഉണ്ട്. നമ്മുടെ കേരളത്തിനാട്ടിലും വില കുറവാണ്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ എത്തിക്കുന്നത് കാറുകളുടെ മറ്റേ സെക്കൻഡ് സ്പെയറുകളാണ് കേട്ടോ. ഇവിടെ അലോയ് വീല്, ബാക്ക് ലൈറ്റ്, ഫ്രണ്ട് ലൈറ്റ്, ഹെഡ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞ പോലെ എല്ലാ സംഭവങ്ങളും ഉണ്ട്. 2 ഗ്രില്ലുകളുണ്ട്. ഹെഡ് ലൈറ്റുകൾ പലതരത്തിൽ കേട്ടോ. സെക്കൻഡ് ഷോക്ക് അബ്സറും കാര്യങ്ങളൊക്കെ ഉണ്ട്. സ്റ്റിയറിംഗ് റാഡ് എല്ലാം ഉണ്ട്. സെക്കൻഡ് ഇഞ്ചിനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ മീറ്ററുകൾ, ബൈക്കിന്റെ മീറ്ററുകൾ, ആളില്ല, ഷോക്ക് അബ്സർ, ഇതൊക്കെ ബൈക്കിന്റെ സ്പെയറാണ് കേട്ടോ. ഇതൊക്കെ സ്പാനറും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു കടയാണ്. പിന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പഴയ ബൈക്ക്, അതുപോലെ തന്നെ കാറ്, അങ്ങനെയുള്ള സംഭവത്തിനൊക്കെ സ്പെയർ കിട്ടാത്തുണ്ടെന്നുണ്ടെങ്കിൽ
ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങളിതൊരു സാമ്പിൾ പീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് സാധനം നൈസായിട്ട് കിട്ടും. അപ്പൊ നമുക്ക് സാമ്പിൾ പീസ് എന്തായാലും നമുക്ക് വേണം. ഇത് കണ്ടില്ലേ, ഇതൊക്കെ ഫോയിലറും കാര്യങ്ങളൊക്കെയാണ്. ഫ്രഷ് ഉണ്ട്, ഇത് ഫുൾ ഫ്രഷ് ആട്ടോ. ഫ്രഷും സെക്കൻഡും കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താ വെച്ചാൽ നമ്മൾ വരുമ്പോ എന്താ വെച്ചാൽ ഒരു മോഡലായിട്ട് നമ്മളൊരു സാധനം കൊണ്ടുവരാം. നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സാധനം കിട്ടിക്കോളണമെന്നില്ല. അപ്പൊ നമ്മളതൊരു മോഡൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് സാധനങ്ങൾ വാങ്ങാം. ഇതൊക്കെയാണ് നമ്മള് കേബിൾമൊക്കെ, ബൈക്കിന്റെ കേബിൾമൊക്കെ കൊടുക്കുന്ന ഒരു ട്യൂബാണിത്, പ്ലാസ്റ്റിക്കിന്റെ ട്യൂബ്. ഇതൊക്കെയാണ് ഈ സംഭവം ഇവിടെ ഉള്ളത് കേട്ടോ. ബൈക്കിന്റെ തന്നെ ക്ലച്ചൊക്കെ അയക്കാൻ പറ്റിയുള്ള സ്പാനർ കാര്യങ്ങളൊക്കെ. ഈ മെക്കാനിക്കിനൊക്കെ പറ്റിയ ടൂൾസ് ബോക്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ വില കുറവാണ് കേട്ടോ. ഇതൊരു സെക്കൻഡ് ടയറൊക്കെ വെക്കുന്ന ഒരു ഷോപ്പാണ് കേട്ടോ. ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിൻ്റെ ഒരു ഏകദേശമുള്ള ഒരു വില നമുക്ക് അറിയുന്നുണ്ടെങ്കിലാണ് ഏറ്റവും ബെറ്റർ. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വഞ്ചിക്കപ്പെടാനും ചാൻസ് ഉണ്ട്. കാരണം എല്ലാവരും ഒരുപോലെ ആയിക്കൊള്ളണമെന്നില്ലല്ലോ. അതുകൊണ്ട് കിട്ടിയ ചാൻസ് മുതലെടുക്കുന്ന ആൾക്കാരും ഉണ്ട്. അവിടെ ടെമ്പിളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് അവിടെ. ഇത് മോട്ടറുകൾ, വലിയ വലിയ മോട്ടറുകളൊക്കെയാണ്. ഇവിടെയൊക്കെ സെക്കൻഡ് ഹാൻഡ് അലോയ്സും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. അതുപോലെ തന്നെ വീൽ കപ്പ്, പുതിയതും പഴയതും. വീൽ കപ്പൊക്കെ ബെറ്റർ പുതിയത് വാങ്ങാനെന്നാ തന്നെ 4 ഒരുപോലെ നമുക്ക് കിട്ടുള്ളൂ. ഇതാണല്ലേ, ഇതൊരു ഷോപ്പാട്ടോ അലോയുടെ ഒക്കെ. സെക്കൻഡ് അലോയാണ് ഇതൊക്കെ. ഇത് കഴുകി കുട്ടപ്പനായി കഴിഞ്ഞാൽ പുതിയതാവും. ഇതാണ് ഫ്രണ്ട്സ് അതിന് മുന്നേ വാങ്ങിയ ടയർ വാങ്ങിയ ഷോപ്പ് കേട്ടോ. ഈ ഷോപ്പിൽ നിന്നാണ് ഞാൻ ടയർ വാങ്ങിയത്. മുപ്പരാണ് ഇതിന്റെ ഓണർ, ആ തൊപ്പി വെച്ചിട്ടുള്ള ആള്. ഇവിടെ പുതിയ അലോയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഫ്രണ്ട്സ് അപ്പൊ ഇതും ഇതുപോലെ തന്നെ ഒരു ഷോപ്പ് തന്നെയാണ് കേട്ടോ. ചെയിനും കാര്യങ്ങളൊക്കെ ആയിട്ട്, ആക്സസറീസ്, ബൈക്കിന്റെ ഷോപ്പ്, സ്പെയറുകള്. ഈ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഇഞ്ചിനൊക്കെ പൊന്തിക്കാൻ പറ്റുന്നത്, അതുപോലെ തന്നെ നമ്മുടെ ക്രെയിനിലൊക്കെ ഉപയോഗിക്കാൻ പറ്റിയുള്ള കൊളത്തുകളും ലോക്കുകളൊക്കെയാണ് ഈ ഒരു സൈഡ്. ഈ ഒരു ഏരിയ മൊത്തം അങ്ങനെ തന്നെയാണ്. ഈ ഒരു സൈഡ് കാണില്ല, എക്സോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് പല വണ്ടികളുടെയും പല സൈസിലുള്ള എക്സോസ്റ്റും കാര്യങ്ങളും, അതുപോലെ തന്നെ LED ലാമ്പുകളും, ഹോൺ, എയർ ഹോൺ, അങ്ങനെയുള്ള എല്ലാ ആക്സസറീസ്, എക്സ്ട്രാ ഫിറ്റിംഗ്സുകളാണ് ഇവിടെ ഈ ഒരു ഷോപ്പിലുള്ളത്. ഇൻഡിക്കേറ്റർ കാണില്ല, ഇതിനുള്ളിൽ ക്ലോസ് ചെയ്ത കാരണം പോകാൻ പറ്റുന്നില്ല. വെറൈറ്റി ബ്രേക്ക് ലിവറുകളൊക്കെ ഉണ്ട് കേട്ടോ. ഈ കാണുന്നത് എന്തോ ഒരു ഹെവി മെഷീനറിയുടെ എന്തോ സംഭവമാണ് കേട്ടോ. ഇതിലൊക്കെ എഴുതിയിരിക്കുന്നത് ബിസ്മി ഗിയർ എന്നൊക്കെയാണ് എഴുതിയിട്ടുള്ളത്. അപ്പോൾ എന്ത് സംഭവം എന്ന് എനിക്കറിയില്ല. ഹെവി മെഷീനറിയാണ് ഈ ഒരു ഏരിയ. ഈ ഒരു ഏരിയ ഫുള്ള് അങ്ങനെയാണ്. അപ്പൊ ഫ്രണ്ട്സ്, ഉക്കട മാർക്കറ്റില് കാഴ്ചകൾ ഇതോടെ അവസാനിക്കുന്നില്ല. കാരണം വീഡിയോ എടുക്കുകയാണെങ്കിൽ 350 സ്റ്റാളുകളുണ്ട്. അപ്പോൾ ഓരോന്നോരോന്നും പെറുക്കി എടുത്ത് കാണിക്കാനുള്ള ടൈമും കാര്യങ്ങളില്ല. അപ്പൊ അങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ലെങ്ത് ഒരുപാട് കൂടുതലാണ്, നിങ്ങൾക്കും ബോറടിക്കും. അപ്പോൾ ഇതോടെ തന്നെ കാഴ്ചകൾ നമ്മൾ നിർത്തുകയാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക. അതുപോലെ തന്നെ എന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. അപ്പോൾ വീണ്ടും ഒരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.